ഫസ്റ്റ് ഹാഫ് ചിരിക്കാനുണ്ടായി, സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ പടം ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടൻ പൊളിച്ചു. അടിപൊളി പടം, സൂപ്പർ പടം. ദിലീപേട്ടൻ്റെ 150ാമത്തെ ചിത്രമാണല്ലോ. 150ാമത്തെ ചിത്രമാണ്. എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം അടിപൊളി സിനിമ. കമ്പാക്ക് തന്നെ, കമ്പാക്ക്. പഴയ ദിലീപേട്ടൻ കാണാൻ പറ്റുമോ? അങ്ങനെ പഴയതൊന്നുമില്ല, അടിപൊളിയാണ് സിനിമ. ദിലീപേട്ടൻ സൂപ്പറായിട്ടുണ്ട്. കണ്ണു നിറഞ്ഞോ? കണ്ടു നിറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. ദിലീപേട്ടൻ എനിക്കിഷ്ടമായി. ഒരു പഴയ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ദിലീപിനെയാണ്. കുറേ കോമഡി ആ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടായിരിക്കും. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. മൈൻഡ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ലാസ്റ്റത്തെ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു മെസ്സേജ് ആണെന്ന് തോന്നുന്നു. എന്തോ നമ്മൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിം. താങ്ക് യു. അടിപൊളി പടം. മൊത്തത്തിൽ ദിലീപേട്ടൻ കാര്യം അടിപൊളിയാണ്. നല്ല ഫണ്ണൊക്കെ ഉണ്ട്, കുറച്ച് ഇമോഷണലാണ്. അടിപൊളി ഡയറക്ഷൻ. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പക്ക ഫാമിലി, ക്ലീൻ ഫാമിലി ഉണ്ട്. ദിലീപേട്ടൻ നന്നായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ കോമഡി എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തിരിച്ചറിവാണോ ദിലീപേട്ടന്? കുഴപ്പമില്ല. എങ്ങനെയുള്ളൊരു പടമാണത്? എങ്ങനെയുള്ളൊരു പടമായിരുന്നു? ഫാമിലി കൂടെ. ഫസ്റ്റ് ഹാഫ് ചിരിക്കാനുണ്ടായി, സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആയിരുന്നു. മസ്റ്റ് വാച്ച്. നല്ല മെസ്സേജാണ്. ദിലീപേട്ടൻ്റെ 150ാമത്തെ ചിത്രമാണല്ലോ. ദിലീപേട്ടൻ പൊളിച്ചു. ഇറ്റ്സ് എ കംബാക്ക്. പഴയ ഒരു ഫാമിലി ആ ഒരു എന്റർടൈൻമെന്റ് പോലത്തെ ഒരു പടമാണോ? ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. പടമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ പടം ഭയങ്കര ഇഷ്ടമാണ്. ഈ പടം മൊത്തത്തില് നല്ല പടമാണ്. ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട്. ഫാമിലിക്കൊക്കെ കണ്ടിരിക്കും. അതെ. പഴയ ദിലീപേട്ടൻ്റെ ഓർമ്മ ദിലീപേട്ടൻ്റെ പടം വെച്ചിട്ട് ഫാമിലി മൂവിയാണല്ലോ ശരിക്കും.